നല്ല അടിപൊളി ഫിഷ് വെന്താലു. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ല, ഇത് നല്ല തനി വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കിലോ ഫിഷ്. അത് ഇഷ്ടമുള്ള ഫിഷ് യൂസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക്, ഇതെല്ലാം കൂടെ തേച്ച് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനായിട്ട് 3/4 ടീസ്പൂൺ ചെറുജീരകം, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കുരുമുളക്, 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി. നല്ല എരിവ് വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ കഷ്ണം ഇഞ്ചി, 3 വലിയ ചുള വെളുത്തുള്ളി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനിയൊരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളും വറുത്തെടുക്കാം. ഇത് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അതേ പാനിൽ 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച ആ പേസ്റ്റ് ചേർക്കാം. ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു 5 മിനിറ്റോളം എടുക്കും. നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും 2 കപ്പ് വെള്ളം ചേർക്കാം. ഗ്രേവി തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ചേർക്കാം. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ ആവശ്യമാണെങ്കിൽ ചേർക്കാം. പുളിക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത്. പുളി കറക്റ്റായിരുന്നു. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നോക്കൂ, നല്ല അടിപൊളി ഫിഷ് വിന്താലു റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.